ഇതെല്ലാം താഴെ പോകും വരാൻ. വാള മന ബുക്ക് ചെയ്താ ഉണ്ടോ? ഹായ് ഫ്രണ്ട്സ്, അപ്പയാണ്. അപ്പം നമ്മളിനി വല കുടയാനുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിധി മീനൊക്കെ ഇവിടെ കിടക്കും. ഇപ്പം മീൻ കച്ചവടമാണ് കേട്ടോ. എല്ലാം ഒരേ സൈസാ. എടുത്തോ അല്ലല്ല, നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ദേശിച്ച ആളുകൾ കളിച്ചു വെറുതെ അത് ഇത് പറഞ്ഞിട്ട് അതിന് സെക്രട്ടറി എടുത്തൊരു കണക്കും കാര്യങ്ങൾ പറയേണ്ട ആരാ? ഞാനല്ല ചെയ്യേണ്ടത്. ഇതെന്താ മീനാ ചേച്ചി? ചേച്ചി ഇതെന്താ മീനാ? ആ മീൻ ചത്തു പോറായതായിരുന്നു. 200 രൂപ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് പൊളിഞ്ഞു. മാർക്കറ്റ് വിലയൊക്കെ അല്ലേ? 750. അത് 5-6 കിലോ ഉണ്ട്. അങ്ങനെ കൊടുക്കുക. നാട്ടുകാരെല്ലാം അവരെല്ലാം കുളമെല്ലാം വൃത്തിയാക്കുന്നതൊക്കെ അവരതൊക്കെ തന്നെ. അതൊക്കെ ആലോചിക്കണം. അത് നിങ്ങൾ തീരുമാനിക്കുന്ന വില, നമ്മൾ പോരാൻ വന്നവരാ. പറഞ്ഞു എങ്ങനെയുണ്ട് മാർക്കറ്റിലെ വില? അതേ കുറച്ച് കൊടുക്കാം. രണ്ടും കൂടി കൊണ്ടുപോകാൻ ഒരു 500 രൂപ. 500 രൂപ. അതിന് കുറച്ച് എടുത്തത് ഇത് കോരിയാർക്ക് കൊടുക്കാൻ എത്ര കിലോ ഉണ്ട് ചേച്ചി? അത് 5 കിലോ ഉണ്ട്. 5 പേരുണ്ട്. കാണത്തില്ലെങ്കിൽ തൂക്കുന്ന സാധനം ഉണ്ടോ അവന്? ഒരു ഊഹത്തിന് പറയപ്പാ നിങ്ങൾ. അതൊരു 4 കിലോ ആണ്. ഒരു 3 കിലോ ഇച്ചിരി കൂടെ കാണും. പുല്ല് പറഞ്ഞാൽ കറക്റ്റ് തൂക്കോ കേട്ടോ. എത്ര കിലോ ഉണ്ട്? എത്ര ഉണ്ട് കേട്ടോ? 4 കിലോ ആണ്. എത്ര ഉണ്ട്? 4 കിലോ അടുത്ത് അത്രയൊക്കെ ഉള്ളൂ. മറ്റേനകത്ത് മതി. ഇതൊന്നും 624. 500 രൂപ കൊടുത്തിട്ട് അത് എടുത്തോണ്ട് ഇതാ 3 ദിവസം എടുക്കാം. 3 തൂക്കി അത്ര രണ്ടും കൂടെ കൊടുക്കുക. ഇത് അപ്പാപ്പി കറക്കെടുത്തേ കേട്ടോ. അല്ല വേറെ വകുപ്പില്ല ഇത്. അതിന്റെ വില പറഞ്ഞു. ഫ്രീ ആയിട്ട് തരണേ. എടാ അത് ഊരി വെച്ചിട്ടാ. ചൂണ്ടിട്ട് ആദ്യം പിടിക്കണ്ടായിരുന്നു. നമ്മൾ പിടിക്കാനായിരുന്നു ഇല്ല അതായില്ല. ത്രാശ് ആദ്യം റെഡിയാക്ക്. എത്രയാവും ഞാൻ അതിന്റെ വില പറഞ്ഞു? അവര് 250 രൂപ കൂട്ടിയാൽ മതി. വാളയ്ക്കൊക്കെ അത്ര വില ഉണ്ട്. വാളയ്ക്കൊക്കെ വില വാളയ്ക്ക് 400 രൂപ മിനിമം ഉള്ളൂ. 400 രൂപ കിട്ടത്തില്ല.
ആറ്റുകിടക്കുന്ന വാടക നമുക്ക് സാധനം കയറ്റിക്കൊണ്ട് കൊടുത്തിട്ട് പാല് പാട്ടി എന്നറിയാത്ത ഓയ് എന്നാ അവരിട്ട് വളർത്തിയ മീനാ കാർപ്പ്. ഓയ് ഉണ്ടോ? അമലേ അത് വിളിക്കില്ലേ? അത് ഈ മുറി അത് വിട്ടേക്കടാമല്ലേ? അപ്പോൾ ഈ മുറി പിടിച്ചു. ഈ വല ഇങ്ങോട്ട് വിട്ടെ, ഈ വല ഇങ്ങോട്ട് വിട്ടെ, ഈ വല ഇങ്ങോട്ട് വിട്ടെ. ഇത് ശാല ഇങ്ങോട്ട് വിട്ടെ. കല്ലേ ഉടക്കിയിരിക്കുന്നില്ല. അങ്ങോട്ട് കൊടുത്തേക്കാം പக்கம். ഏതിനെ? ആ വളർത്തില്ല. ഇതാണ് ഇവര് ഇതല്ല അതിന് ചത്തു പോയി ഇവർക്ക് കൊടുക്കാൻ അവർ വളർത്തിക്കോളെന്ന് പറഞ്ഞു. അവർ വളർത്തിട്ടേക്കാം. ചാവുള്ളത് ചാകത്തൊന്നുമില്ലടാ. എടാ ഇതിങ്ങോട്ട് കുറച്ചുകൂടെ കൂട്ടിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വിട്ടെ വലയെന്ന് വിട്ടെ. അമലിപ്പുറം വന്നാടാ. വിട്ടണ്ണ ആ പൊങ്ങയിലേക്ക് വിട്ടണ്ണ. നീ അങ്ങോട്ടിറങ്ങിയില്ല, ആ വല പിടിച്ചേ. കൊല്ലിയോ? ആ കൊല്ലി അതിൻ്റെ അകത്താ. എടാ ഇവിടെ കൊല്ലി കൂട്ടണ കുറച്ച്. അങ്ങനല്ല ഇത് പിടിച്ച് അപ്പാ, ഇത് പിടിച്ച്. ഒന്നൂറ്റം നോക്കണ്ടപ്പാ, ഇങ്ങോട്ട് വിട്ടെ. ഇത് ഇവിടം പിടിച്ച്. അപ്പം അപ്പനങ്ങൾ ഇങ്ങോട്ട് പിടിക്കപ്പാ. ഇത് അച്ഛൻ വിട്ടേക്ക്. അപ്പം ഇത് ഈ വലയിലേക്ക് മറിക്കാനാ. ഈ വല പിടി. ഒരാൾ കിടക്കട്ടെന്ന് പറയുമായിരുന്നേ. അതിൽ ഈ വല ഇതൊന്ന് ടൈറ്റ് ചെയ്ത് പിടി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കട പോകത്തില്ലേ? അത് കൊണ്ട കരക്കറ വിട്. ഇനി ആ അങ്ങോട്ട് കൂട്ടിയിട്ടേക്ക്. വിട്. മതി. അങ്ങനെ കിടന്നോണ്ട്. ഇത് കളർ മീനല്ലേ? അതിൻ്റെ അത് കിടപ്പുണ്ട്. തരാവേ. എന്ത് വീണാലും പെറുക്കണം. ഇവിടെ കൊടുത്ത് നാട്ടുകാരാണ്. ഇതിന്റെ വില 200 രൂപ പറഞ്ഞത് ചെറുത്. ഇതുവാണ് ചേച്ചി കുറച്ചിട്ടെ. വരാലും അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഒരാൾ വരാലും 3 വരാല്. ആ 3 കാര്യമില്ല. അപ്പൊ അതിനെ കുറച്ച് വില പറയുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തതാണ്. അത് കുഞ്ചോന് വേറെ ഒരു ജോലിയില്ല. ഈ മീൻ കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് വേറെ ഓടി കളരിക്ക ചെന്നാൽ മീൻ വേറെ കിട്ടും. നിങ്ങൾക്ക് കാശിട്ട് അവിടെ പോയി മേടിച്ചു.
പിന്നെ തീറ്റിയിട്ട് കൊടുത്ത് വളർത്തി നാട്ടുകാരുടെ മൊണ്ണകളായിട്ട് ഇവിടെ നിൽക്കുന്നത് അത് നടക്കുന്ന കാര്യമൊന്നുമല്ല മനു. ഇവിടെ ഞങ്ങൾക്ക് മീൻ കിട്ടണം. നമുക്കറിയാം മീൻ നമ്മളിട്ടാ പോയി. ഇല്ലെങ്കിൽ ഞങ്ങൾ മീനിട്ട് വളർത്തി ഇവിടെ വരരുത് നഗരസഭക്കാർ വരെ. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. മനുവിന്റെ പറയാനില്ല. ഈ മീൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത് ഇവിടെ കൊണ്ടുപോകാൻ പിന്നെ ചവറും എല്ലാം നമ്മൾ കോരിക്കളയാം. അവര് നിങ്ങളെ കാശ് കൊടുക്കണം. ഞങ്ങളിട്ട മീനൊക്കെ ഞങ്ങൾ എടുത്തോട്ടെ. നിങ്ങൾ ഈ വരാലിനെ കൊണ്ടുവന്ന് മനു ഇവിടെ ജയിച്ചിട്ട് 3 വർഷമായുള്ളൂ. എന്നിട്ട് 6 മാസം ആയുള്ളൂ. ഈ 6 മാസം ഈ 6 മാസം ആയിട്ടുള്ളൂ. ഈ 6 മാസം കൊണ്ട് ഈ രോഗം ഇത്ര ആവുക. എല്ലാ വർഷവും ഇടുന്നതായിരുന്നു. എല്ലാ വർഷവും തർക്കമൊന്നും വേണ്ട. എല്ലാരും പിടിച്ചില്ല സംഗീതം. ഒരു ദിവസം 2 ദിവസമായിട്ട് കാര്യങ്ങളെല്ലാം നടന്നല്ലേ. അതെല്ലാം ഓക്കെയാണ്. ഇവിടെ നാട്ടുകാരെല്ലാം കാണുക തന്നെയാണ് അങ്ങനെ വേറെ ഒരു പുതിയ തർക്കമൊന്നും വേണ്ടല്ലോ. ഒരു കാര്യമൊന്നുമില്ല. തർക്കത്തിന്റെ അല്ല പറഞ്ഞത്. ഇതിപ്പോ ഈ ചുറ്റുപാടും ഉള്ളവരും കാണാൻ വന്നവരും ഇഷ്ടം പോലെ കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിച്ചിട്ട് വളർത്തിയ മീനാണ്. അത് നിങ്ങൾക്ക് ആർക്കും അല്ല അറിയാവുന്ന ഞങ്ങൾക്ക് തന്നെ അറിയാവുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ മുന്നിട്ട് ഞങ്ങളുടെ ആൾക്കാർ കുറെ ആളിൽ പിടിച്ചില്ലല്ലോ. അത് പിടിക്കാതിരുന്നതാ വന്ന കുഴപ്പമില്ല. ഇതിപ്പോഴേ മുനിസിപ്പാലിറ്റിക്കാരും ഫിഷറീസുകാരുടെയാണ് നമ്മളെ കോരാൻ വിളിച്ചത്. നമുക്ക് കോരുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. അപ്പം നാട്ടുകാർക്ക് സിലോപ്പി കൊടുക്കണം, അതാണ് അതിൻ്റെ മര്യാദ. അപ്പം ഇവിടെ ഇപ്പം നാട്ടുകാർ എല്ലാവരും കലിപ്പ, അവർക്ക് മീൻ കൊടുക്കണം. അപ്പോൾ അത് മര്യാദയാണ്. കാരണം ഇതിനകത്ത് കമ്പ കോല എന്തെങ്കിലും മീൻ ചത്ത് കിടന്നാലും ഈ നാട്ടുകാർ തന്നെയാണ് തീറ്റയും മേടിച്ചിട്ട് പിടിക്കുന്നത് എല്ലാവരും. അതാണ് നാട്ടുകാർ പറയുന്നത്. അവർ ഡെയിലി മലരും അത് ഇതുമെല്ലാം മേടിച്ചിട്ട് കൊടുക്കും. ഓരോ തീറ്റയൊക്കെ നാട്ടുകാർ കൊടുത്തോണ്ടിരുന്നത്. അതാണ് അവർ നമ്മൾ കോരി ഈ സിലോപ്പി ഉള്ളപ്പോൾ അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് സത്യത്തിൽ ന്യായമായ വില നോക്കിയിട്ട് പറയും. അത്രയും ഇവിടെ നാട്ടിലത് വിലക്ക് വീടുകളൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന വിലക്കല്ലേ കൊടുക്കുന്നത്. പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ വഴിക്ക് പോയേക്കാം. ഇപ്പൊ ഇത് കോരുന്നവർക്ക് കൊടുക്കാനാ. നമ്മൾ ഒരു കോല കൊടുത്തില്ല കേട്ടോ. ഇത് ഏത് കോലമായാലും ഇനി മീൻ കിടപ്പില്ല ഇതിനകത്ത്. ഇഷ്ടംപോലെ കിടക്കും. സിലോപ്പി മാത്രമേ ചെറുത് രോഗമൊന്നും കിടപ്പില്ല. റോഹുവിന്റെ കുഞ്ഞുണ്ട്, അത് 1.5 ചാടിപ്പോയതൊക്കെ കാണും. മനു, എനിക്കൊരു വരാല് വേണം, ഇത്തിരി സിലോപ്പി വേണം. എന്റെ ഭർത്താവ് കാലോപ്രശ്നം കഴിഞ്ഞിരിക്കും. എനിക്കൊരു വരാല് വേണം. മനു പറയട്ടെ, വരാല് മലക്കാരുണ്ടോ? എടുത്തു ഞാനിഷ്ടം പോലെ പഴഞ്ചോറ് കുറയാണ് കൊണ്ട് കൊടുക്കുന്നത്. ചെറിയ വരാലുണ്ടായത് നല്ല വരാല് കിടപ്പുണ്ട്. അവർ മീൻ എടുക്കുന്നുണ്ട് കേട്ടോ.
ചെറിയ വരാലെന്ന് പറയുന്ന ഉത്തലൊന്നും കഴമ്പില്ല കേട്ടോ. ഓപ്പറേഷന് ചെറിയ വരാലെന്ന് പറയുന്ന ഉത്തലൊന്നും ഏതായാലും കുഴപ്പമില്ല. അതിൻ്റെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1 കിലോ ടൈപ്പ് 1 വരാൽ കറി വെച്ച് 1 കിലോയ്ക്കകത്ത് 4 വരാലുണ്ടെങ്കിൽ ആ രോഗിക്ക് 4 വട്ടമായിട്ട് കറി വെക്കും. 1 കിലോ ടൈപ്പ് വരാലുണ്ടെങ്കിൽ ഒരു ഒറ്റ വട്ടം കറി വെക്കാൻ കൊണ്ടുപോകും. അതാണ് അല്ലാതെ ഈ ചെറിയ വരാലാണ് ഗുണം അങ്ങനൊന്നുമില്ല. അതൊക്കെ ചുമ്മാ അത് ഞാനിപ്പോൾ എൻ്റെ ഫീൽഡിനെ തന്നെ നമ്മൾ അടിച്ചതാക്കുക കേട്ടാ. നമ്മൾ ചെറിയ വരാൽ വരുമ്പോൾ ഓപ്പറേഷൻ വരാലെന്ന് പറഞ്ഞാൽ കൊടുത്തോണ്ടിരിക്കും. അത് വെള്ളത്തിൽ തന്നെ വെള്ളത്തിൽ അവിടെ കൊണ്ടിട്ടേ ഇവർക്ക് ഈ മീൻ മാറ്റി ഇങ്ങനെ പെരുകി കഴിഞ്ഞാൽ എല്ലാം ചത്തു പോകും. ഒന്നും വളർച്ച ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ കിടക്കും. എല്ലാ മീനും തീറ്റ ഇടാത്തതുകൊണ്ട് ഇതിങ്ങനെ ചത്തു പോകും. ആ മീനിപ്പോ ഇടും. എല്ലാം കൂടി 1000 കൊടുത്തിട്ട് എടുക്കണം. അതിനോട്ട് ചോദിച്ചോണ്ടിരിക്കല്ലോ ഓരോ സ്ത്രീകൾ തോന്നി അത് കൊടുത്തിട്ട് ഞാൻ എണ്ണം എടുത്തു ഞാൻ ഇവിടെ 50 രൂപ കൊടുത്തില്ല. ഞാൻ 100 രൂപ 200 രൂപ നിങ്ങളെടുത്തു. മീൻ കൊടുക്കുന്നത് ഇവിടെ കണ്ടോണ്ടിരിക്കുക എങ്ങനെ കൊടുക്കുന്നു. ഞാൻ പിന്നെ ഇവിടെ പ്രേമ കഴിക്കുന്നുണ്ടാണോ പോകുന്നില്ല. എനിക്ക് വർക്കാണ് മോനെ മീൻ വേണ്ടേ? ഇവിടെ എടുക്കൊണ്ട് പോകാം. അത് അവരുടെ വേണ്ടിട്ട് ഞാൻ ആ കൊടുക്ക് വിളിക്കാം. ഒറ്റ വിലയുള്ളൂ. ചുവപ്പ് ഗവറയും കൂടെ ഉണ്ട്. ഒരു മഞ്ഞ വലിയൊരു അയച്ചാർക്കും ഉണ്ട്. ഞാനിട്ടതാ അയച്ചാർക്ക് വളരെ ഇട്ടത് ഞാനല്ല, എൻ്റെ അനിയനായിട്ടോ. മാത്രം വന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഫോട്ടോ കുളത്തിൽ ഇലയും കൂടെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇത് ഞങ്ങളിവിടെ ഈ മുറ്റത്തുള്ളവരാ. കിട്ടി ഇവര് തീറ്റെടുക്കും. അതെ അച്ഛൻ വൈകുന്നേരം കാണിച്ചാൽ. എന്ത് വിളിക്കാൻ വന്നേ? പേരെന്തോ? ഉണ്ണിന്റെ പേരെന്തുവാ? പേര് പറ. പറയടി. ഉണ്ണിമോള്. ഉണ്ണിന്ന് വിളിയാക്കല്ലേ. ഇതിന് പറഞ്ഞോ? അതിന് പോയാ അത് കച്ചവടം മാറി. അതെല്ലാം കൂടെ എന്നാ വേണം? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു ആ കിടക്കുന്നതെല്ലാം ചെറുതും വലുതെല്ലാം ഇതാ പിടിച്ചിട്ട് ഇത് മൂത്തുമാറ്റി കൊണ്ടുണ്ട്. ഇതെല്ലാം കൂടെ അല്ലേ? അത് എന്നാ വേണം പറഞ്ഞു. ഇതിനകത്ത് പൊടിയാണ് കിടക്കുന്നത്. വലുതൊക്കെ കൊണ്ട് വാങ്ങി സിലോപ്പിയുണ്ട്. ആ പറഞ്ഞു എന്നാ വേണം പറഞ്ഞു എല്ലാം കൂടെ പറഞ്ഞു. ഞങ്ങൾ വിറ്റോളാം. വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക്. വിൽക്കാനാണോ? അപ്പൊ മൊത്തത്തിൽ ഒരു വില പറഞ്ഞു. പറഞ്ഞു ഒരു 6000 രൂപ കൊടുത്തു. ഈ ചാക്കും അവിടെ 2-3 ചാക്കുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു. ഇത് മാറ്റിയിട്ടിട്ട് 1 കിൻഡൽ മീനുണ്ട്. 100 കിലോ മീനുണ്ട്. 100 കിലോ കിലോയ്ക്ക് എന്നാ കിട്ടാൻ? 1 കിലോ 100 രൂപയ്ക്ക് അവിടെ തട്ട വിൽക്കുന്നു. അത് ആ കിലോ വേണം. അതിന്റെ കുഞ്ഞിന്റെ മുന്നേ
ഇവര് വില പറഞ്ഞു. അത് വരുന്ന നിങ്ങൾക്ക് ഇത് നമ്മുടെ നിങ്ങൾ പറഞ്ഞു 1500 രൂപ എല്ലാം കൂടെ തരും. അവരെവിടെയെങ്കിലും കൊണ്ട് വിൽക്കത്തില്ല. 1500 രൂപ ആ കിടക്കുന്ന ഈ കിടക്കുന്ന എല്ലാം കൂടെ 1500 രൂപ തരും. കൊടുക്കണേ കൊടുക്കും. 3000 രൂപ 1500 രൂപ ആണ് കൊടുക്കുന്നത്. കടമൊന്നുമില്ല, ഇപ്പൊ ക്യാഷ്. ഇപ്പൊ 3000 രൂപയ്ക്ക് വന്നേക്കാം അതെല്ലാം കൂടെ. അത് കിടപ്പുണ്ട് 50 കിലോ. അതൊക്കെ 3000 രൂപ ചേട്ടാ. ഇവിടെ കിടക്കുന്നത് നമ്മളെ വലയെ കിടക്കുന്ന എല്ലാം കൂടെ 3000 രൂപ പറഞ്ഞിരിക്കുക കേട്ടോ. 1500 രൂപ വരും. കൊടുക്കണേ കൊടുക്കും. 1500 പറഞ്ഞു. 1500 രൂപ വരും. 3000 രൂപയ്ക്ക് എവിടെ കൊണ്ടുപോയി അപ്പൊ സാധനം ഞാൻ പറഞ്ഞു, ഞാനിത് വിറ്റ എനിക്ക് തന്നെ കിട്ടല്ലോ കൊണ്ട് ഇവിടെ ഇവിടെ മേടിച്ച് ഒരാളെ കൂലിക്ക് കൊണ്ടുപോകണം. അത് 1500 രൂപ സാറ് കൊടുക്കുന്നത്. ഈ ചൂടത്ത് എ സി കാത്തിരിക്കുന്ന സാറൊക്കെ ഈ ചൂടത്ത് ഇവിടെ ഞങ്ങളൊരു ചൂടത്ത് നടന്ന് എ സി കാത്തിരിക്കുന്ന സാറൊക്കെ ഒരു മൊത്തവും 3000 രൂപ പറഞ്ഞു. 1500 പറഞ്ഞിരിക്കുന്നത്. അത് മുനിസിപ്പാലിറ്റി കണ്ടുണ്ട്. മുനിസിപ്പാലിറ്റി കൊടുത്താറേ ഈ ചൂടത്ത് നമുക്ക് സങ്കടം വരും. നിങ്ങൾ ഈ ചൂടത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് കൊടുത്ത് കാലം 1500 രൂപയ്ക്ക് ഈ മൊത്തവും മീൻ മേടിക്കാനായിട്ട് അമ്മ വില പറഞ്ഞോണ്ടിരിക്കുക. വാങ്ങിക്കുന്നത് കേട്ട് ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്ന ഏർപ്പാട് വേണം. അല്ല, ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്ന ഏർപ്പാട് വേണം. അപ്പാപ്പി ആ ആയിക്കോട്ടെ, നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ട് 1500 രൂപ നല്ല സാധനം. പറഞ്ഞോ നമ്മൾ 1500 രൂപ 1500 രൂപ 2000 രൂപ എന്നാ ഇപ്പൊ കൊണ്ടുപോകും. 1500 രൂപ മൊത്തം 2000 രൂപ വില പറഞ്ഞിരിക്കുക. മൊത്തം 2000 രൂപ. 500 രൂപ മൊത്തം 2000 രൂപ പറഞ്ഞു. ഇത് 2000 രൂപ. ആ ചേട്ടന് 10 രൂപ കിട്ടുന്നതാണെങ്കിൽ ചേട്ടൻ എടുത്തു 2000 രൂപ. എല്ലാം വേണം. ഇത് മാത്രം അല്ല അത് തരത്തില്ല, അങ്ങനെ വേണ്ട. ഞങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഞാൻ കൊണ്ടുപോയി വിറ്റോളാം. ഇത് മാത്രമായിട്ട് എല്ലാം കിട്ടുന്ന ബാലുവേ എടാ അവിടെ എടുത്തിരിക്കടാ കാശ് ആ ശരി തന്നെ എടുത്തെങ്കിൽ എടുക്കാത്. നിങ്ങളൊക്കെ മുടങ്ങി പോകുന്നത് ഇവിടെ കൂടെ ഇവിടെ കിട്ടിട്ട് പോയാ അതെടുത്ത് അങ്ങോട്ട് ആദ്യം പുറത്ത് ഈ മീനും കൂടെ അതൊക്കെ എല്ലാം ഡ്രമ്മെടുത്തോണ്ട് വന്ന അത് സാറ് 2000 പറയുന്നു. നമ്മൾ ഇപ്പൊ വിലയൊക്കെ പറഞ്ഞു മേടിച്ചു. 1500 രൂപ ചൂടുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കേട്ടോ സാറേ. ആരും കണ്ടിട്ടില്ല ഞങ്ങള് സാറേ. അങ്ങനെ പറയാം. ഞങ്ങള് കൗൺസിലറൊക്കെ പറഞ്ഞ കൗൺസിലറൊക്കെ ഞങ്ങൾ പറഞ്ഞ 5-6 കിലോ വരാനോ ചത്തു വന്നപ്പോ തൊട്ട് അത് സാറിനെ ഇവിടെ കണ്ടില്ലല്ലേ. 100 ഇല്ല ഞാൻ എടുക്കാൻ വേണ്ടി ചേട്ടൻ എടുക്കണമെങ്കിൽ എല്ലാവരും മേടിച്ച് കഴിഞ്ഞിട്ട് ഇത് ചെറുതായി പോകട്ടെ. അതാ പറഞ്ഞത് എടുക്കണമെങ്കിൽ ഇത് എടുക്കുന്നത് ചാക്കിനകത്ത് മൊത്തം മാറിക്കൊണ്ട് ചേട്ടന് 6000 രൂപ കിട്ടും. ഞാൻ കാര്യമായിട്ട് വാരി വെച്ച് കൊടുത്താലും മൊത്തം 2000 രൂപ വില പറഞ്ഞിരിക്കുന്നത്. കണ്ട ചേട്ടന് ഇവിടെ ഇട്ട് വെച്ചാൽ കിട്ടും. ഇതിലൊക്കെ മൊത്തം ഈ ചാക്കിനകത്തും ഉണ്ട്. എന്നാ സാറേ 2000 രൂപ മൊത്തം 2000 രൂപ സാറന്മാര് പറഞ്ഞു. ഉളുമ്പ് മണിക്ക് എന്തെങ്കിലും പ്രയോജനം വേണ്ടി അത് ഓളി നാറ്റിച്ച് കളയും. അതും കൂടെ കേൾക്കണം. ഇത് അവിടെ ചെന്ന് ആ മാവൂട്ടിൽ നിന്ന് വിൽക്കാൻ നേരത്തെ ഇതെല്ലാം വന്ന് ഏണി വെച്ചാ ഓളുന്നത്. നമ്മളാരും വിടത്തില്ല. അതുകൊണ്ട് നമ്മൾ വിടത്തില്ല. കച്ചവടമൊന്നുമല്ല ഇത്. ഞാൻ 1500 രൂപ പോട്ട് സാർ വില പിടിക്കാതെ സാറേ. ഇപ്പൊ സാറ് പറഞ്ഞതിന് ശേഷം 1500 രൂപയ്ക്ക് വിറ്റ്. അതാ ഞാൻ പറഞ്ഞത് എടുത്തോണ്ട് പോകാൻ. ഞാൻ റമ്മെടുത്തിട്ട് വേണ്ടേ. എടുത്തോണ്ട്
വരൂ 2 എണ്ണയ്ക്ക് പണി വന്നോളാം വരുമോ? എനിക്ക് ഈ മീനുമായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ മീൻ കോരിയെന്നേ ഉള്ളു. മീനൊക്കെ നിങ്ങൾ വില പറഞ്ഞ് മേടിക്കുകയോ പാരിക്കൊണ്ട് പോവുക എന്ത് പറയുന്നത്, നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമ്മൾ നാട്ടുകാരല്ലേ, നിങ്ങളൊക്കെ തീറ്റ കൊടുത്തോണ്ട് കുറച്ചൊക്കെ എടുത്തു കറിയൊക്കെ എടുത്തോണ്ട് പോകണല്ലോ, അത് കുഴപ്പമില്ല. കറി വെക്കും. നിങ്ങളൊക്കെ വളർത്തുന്നെങ്കിൽ പിന്നെ ഞാനായിട്ട് എടുത്തു തരത്തില്ല. എനിക്ക് ഈ മീനുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു നാട്ടുകാർ അത്ര ബന്ധം എനിക്കില്ല. ഞാനൊരു കോരാൻ വന്ന ഒരാളെന്നേ ഉള്ളു. മറ്റേ ഉണക്കാനാ കരയ്ക്ക് തന്നെയാണോ അതോ വളത്തിനാണോ? കരയ്ക്ക് തന്നെ. ആ ഓക്കെ. കിറ്റില്ലാത്തോണ്ടല്ലേ, കിറ്റില്ലാത്തോണ്ടല്ലേ വരയ്ക്കാത്തോണ്ടോ? നമ്മുടെ നാടൻ സിലോപ്പിയാ കേട്ടോ, അല്ല നമ്മളെ അല്ലേ നാടനല്ലേ? ഇപ്പൊ അത് കഴിഞ്ഞ് കൊടുത്തില്ലല്ലോ സാറേ. 1500 രൂപ എത്ര രൂപ കൊടുത്തു? എടുത്താണ്ട് പോ ചാക്കട് അവിടെ കൊണ്ടുപോക്കോ. മീൻ തന്നെ ഇതല്ലേ ത്രാശൊക്കെ ആയിട്ട് വന്നതാണ്. 1500 രൂപ പറഞ്ഞു. ഇനി എടുക്കാൻ പൈസ പറഞ്ഞു പിന്നെ കൊടുക്കുന്നില്ല. അത് കൊള്ളാമല്ല. അപ്പൊ 100 രൂപ 1400. പൈസ നീ ആരിക്കണം പോടാ, നീ കിട്ടിലിടായിരിക്കുന്നത് ആരിക്കണം പോടാ. നീ ആവശ്യത്തിന് ഞാൻ ഏറ്റെടുത്തിരിക്കുക കേട്ടോ. എത്ര രൂപയ്ക്ക് മേടിച്ചു? അല്ല 1500 രൂപയ്ക്ക് 1500 രൂപ. നമ്മൾ എത്ര അടിയിലാണ് വണ്ടി? ആരും എടുക്കാറുണ്ട്. എന്താ 100 രൂപ. 1 കിലോ അങ്ങനൊന്നും സിലോപ്പ്. പൈസയാണ് കാണിക്കുന്നത്, തരാനല്ല പറയുന്നത്. പൈസ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ നാട്ടുകാരില്ല.
ഒരു 5000 രൂപ മേടിച്ചു ഇതനാ 50 കിട്ടാ കോഴിക്കോട് പിടിച്ചറിയുക ജീവിക്കാൻ വേണ്ടിട്ട് ജീവനുള്ളത് വിഷം ചേർക്കാത്ത വിഷം ചേർക്കാത്തതാ മാത്രമേ തീർച്ചയായിട്ടും കൊടുക്കുള്ളൂ ഒരു കിറ്റ് 100 രൂപ 300 രൂപ വാങ്ങി ഒരു കിറ്റ് 100 മലര് മാത്രം തിന്നുന്നു മലര് വേറെ ഒരു അഴുക്കൂല മലര് മാത്രം ക്യാമറ എടുക്കുന്നുണ്ട് വീഡിയോ യൂട്യൂബ് വീഡിയോ ഇടാൻ വേണ്ടിയാണ് പ്രതികൊണ്ട് കൈക്കാരനാണ് ആണോ 50 രൂപയ്ക്കാണ് ഇപ്പം മേടിക്കുന്ന 50 രൂപ കിലോ മീൻ കൊടുത്തിട്ടും വേണ്ടെന്ന് മീൻ കൊടുത്തിട്ടും വേണ്ടെന്നാ പറയുന്നത് കുടഞ്ഞിടും ഇവിടെ തീരുവാണെങ്കിൽ അല്ലേ മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ ഇപ്പം മീൻ തീർന്നാലേ കുടഞ്ഞു തന്നാ അങ്ങനെ ആളില്ല നീ കേട്ടോ നീ എന്നതാ അല്ല ഞാൻ പറഞ്ഞതിനകത്ത് മാറ്റം വേണോ അത്രയ്ക്ക് അല്ല 50 രൂപയ്ക്കാണ് 50 100 രൂപയ്ക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടലേ കൊണ്ടുപോകത്തുള്ളൂ
വലിയുള്ള പോലീസ് 2 ഇടി കൂടുതലെന്ന് പറഞ്ഞാലൊക്കെ അവിടെ ചത്തതും പൊടിയും പൊട്ടും അതേ കണ്ടോ അവിടെ അതല്ല ഇവിടെ മനുഷ്യ അത് കിട്ടിയില്ല അതെ എന്നാലും ആ ജീവനുള്ള തരത്തില്ല ഇതൊരെണ്ണം എനിക്ക് എന്റെ ഒരു ആഗ്രഹം അല്ല അത് വേറെ കാര്യം പറയാതെ കൈയിടുന്നത് ശരിയാണ് 200 രൂപയ്ക്ക് പിന്നെ 50 രൂപയ്ക്കാണോ ഇത് 200 രൂപ എന്തായാലും തുറന്നു പോയില്ല 400 രൂപ കൂടും. എന്റെ ഒരു ആഗ്രഹമാണ് എന്താഗ്രഹം അത് ഞങ്ങൾക്കും പറയും ചേട്ടാ അവൻ മാത്രം എടുത്തതല്ല ഇത് നാളെ കണ്ണടച്ച് എഴുതിയാൽ പറ്റുമോ ചോദിക്കാൻ പറ്റുമോ കണ്ടോ എനിക്ക് അത് മതിയായിരുന്നല്ലോ നമ്മളെ ഒന്നിനും ആൾക്കാർ മാറ്റി ചേട്ടൻ എടുത്തു ഞാൻ കൈയിടുന്നില്ല എല്ലാവരും എടുത്തു ഒരെണ്ണം എടുത്തിട്ട് ഞാൻ എടുക്കത്തില്ല ആണോ? ഞാൻ പോയി പറഞ്ഞോ നമ്മുടെ പാലയിൽ ഇച്ചിരി സിലോപ്പികൾ കിടപ്പുണ്ട് കേട്ടാ. അവനൊക്കെ അത് സിലോപ്പി കിടപ്പുണ്ട്. നാടൻ വരാൽ ഒരെണ്ണം കാണണമെന്ന് തോന്നുന്നു. എടുത്തോ നിങ്ങൾക്ക് പടയ്ക്കുന്ന എടാ അതിൽ അതും പടയ്ക്കുന്നുണ്ട്. നീ നോക്കി എടുത്തോ. എടേ എടുത്തോടാ നീ എടുത്തോ. ഞാനല്ല പറയുന്നത്, നീ എടുത്തോ. പടയ്ക്കുന്ന ഒരെണ്ണം അപ്പുറത്തേം പടയ്ക്കുന്നതാ. നീ ഒന്ന് ചോദിച്ച് 2 പടയ്ക്കുന്ന എടുത്തില്ലേ? അതും പടയ്ക്കുന്നുണ്ട്. ആ ചാക്കിനകത്ത് ഒരെണ്ണം പടച്ചായിരുന്നു. വലിയ മീൻ ചാക്കിലോട്ടാക്കി എന്നാ നിന്ന് പിടിച്ചെന്നാ പിടി. എടാ വെള്ളത്തിലേക്ക് വെക്കണം, പിന്നെ ഈ പൊക്കത്തിലേക്ക് ഇടണ്ടേ. വെള്ളത്തിലേക്ക് ആകുമ്പോൾ ഉരുണ്ട് കയറുമെന്ന്. ആ അതാക്ക്. വിട്ടുപോലെ കൂരി വളക്കുഞ്ഞ് അതിനോട്ട് കേട്ടോ. അമ്മലേ നമ്മളെ ഇപ്പം അവിടുന്ന് ഇപ്പം വേറൊരു കുളത്തിൽ വന്നായിരുന്നു കേട്ടാ. ഈ കുളം അപ്പം ഇത് പൂരുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഭയങ്കര പൂളയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഇതേ ഉള്ളൂ. അപ്പം അപ്പാപ്പി അപ്പം ഒരു കട്ടള എടുത്ത് കേട്ടാ. ഒരു കട്ടള എടുത്ത് പിന്നെ കരക്കില്ല അപ്പനെന്നെ അപ്പം എടുത്ത് എന്നാണ് റോഹുവാ. ആ അപ്പം എല്ലാം റോഹുവൊക്കെ എടുത്ത് വെച്ചത് എല്ലാവരും. രാഹുൽ ബ്രോ കരക്കി കൊണ്ടുപോണില്ലേ?
ഇല്ലില്ല ഇല്ലില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.